ഗൈസ്, ഈ താഴെ കാണുന്ന നോട്ട്ബുക്ക് പിന്നെ ഈ മേലെ കാണുന്ന ജേർണലിംഗ് ബുക്ക് ഇങ്ങനെ ആക്കുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കാം. അതിൽ ഏകദേശം മനസ്സിലാവുന്ന രീതിയിലാണ് ഇട്ടിട്ടുണ്ട്. അതിൽ മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഷോട്ട്. പിന്നെ നമ്മൾ മുന്നേ ചെയ്ത ഒരു ഇതുണ്ടല്ലോ, ഫസ്റ്റ് ചെയ്ത്, അതും കഴിഞ്ഞ വീഡിയോ അല്ല കേട്ടോ, അത് വേണമെങ്കിൽ കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളതൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഫോട്ടോ വെച്ചിട്ടില്ല ഇതിൻ്റെ മുന്നത്തേൽ, ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാണുന്ന ഭാഗം, അതായത് പാറ്റേൺ പേപ്പേഴ്സൊക്കെ വെച്ച് ഒട്ടിക്കുന്ന ഭാഗം നമുക്കിത് ആവശ്യമില്ല. പാറ്റേൺ പേപ്പേഴ്സൊന്നും ഇല്ലാത്ത വെറുതെ എഴുതുന്ന, ഇല്ലെങ്കിൽ ഈ പാറ്റേൺ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കൂലേ, അതിൻ്റെ ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇത് വെക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അബൌട്ട് മീൻ്റെ ജേർണലിംഗ് ആട്ടോ. അപ്പോൾ ആ ഒരു ജേർണലിംഗ് ഞാൻ എന്താ പറയുക, ഉള്ളിൽ കളർ ചെയ്യൂലേ, ആ ഒരു രീതിയിലാണ് ഞാനത്, അല്ല ആ ഒരു നമ്മൾ ലെറ്റേഴ്സ് ഉള്ളിൽ കളർ ചെയ്യില്ല, ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഇത് വരച്ചെടുത്തിട്ടുള്ളത്, എന്താണ് എഴുതി കൊടുത്തിട്ടുള്ളത് ലെറ്റേഴ്സ്, സോറി. അപ്പോൾ അതും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യണം. അപ്പോൾ ആ കളറ് ചെയ്യാൻ എൻ്റെ അടുത്ത് പർപ്പിൾ ഹൈലൈറ്റർ, ഗ്രീൻ ഹൈലൈറ്റർ മാത്രമേ ഉള്ളൂ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ മോമീൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് കളർ പേപ്പേഴ്സൊന്നും കൊടുത്തിട്ടില്ല അധികം. അതേപോലെ തന്നെ ഞാൻ കളേഴ്സൊന്നും അധികം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വൈറ്റ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വൈറ്റ്നർ. അപ്പോൾ ആ വൈറ്റ്നർ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ആ പെൻസിലായിട്ട് വരച്ച ഭാഗം ഉണ്ടല്ലോ, അതൊന്നും കൂടി അവിടെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാനും പിന്നെ അതൊരു കുറച്ചും കൂടി ഭംഗി കിട്ടാനും, അതായത് ആ ഒരു പിക്ചറിന് നല്ല ഭംഗി കിട്ടാനൊക്കെ അതുമ്മയ്ക്ക് വേഗം ഒരു നോക്കാനൊക്കെ ആയിട്ടാണ് നമ്മളങ്ങനെ വരച്ചെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ വരച്ചെടുക്കാം. ഇതും ഉണ്ടല്ലോ, ഞാൻ ഈ വൈറ്റ്നർ കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ മെല്ലെയാണ് കൊടുക്കുന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ കൈമായ പണി കിട്ടും. പിന്നെ ഇവിടെ ചെയ്യേണ്ടത് ഒരു കലണ്ടറാണ്, മിനി കലണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ കലണ്ടർ വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ഇത് എഴുതണം, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എബൌട്ട് മീൻ്റെ ഇതിൽ കണ്ടോ അപ്പുറം അതിലെന്താണെന്ന് വെച്ചാൽ 0 അല്ല സർക്കിള് മറ്റേ ടൈപ്പിലുള്ള സ്റ്റാർ ഉണ്ടല്ലോ, അത് ലവ്. പിന്നെ ഇപ്പുറത്ത് എന്തായിരുന്നു, വട്ടം, ലവ്, മറ്റേ ടൈപ്പിലുള്ള സ്റ്റാർ. പിന്നെ ഇവിടെ ലൈക്സ് എഴുതണം, ഇവിടെ ഫേവറേറ്റ് എഴുതണം, അതിൻ്റെ അപ്പുറത്ത് ലൈക്സ് എഴുതണം. പിന്നെ ഇങ്ങനെ വരച്ചിട്ട് കുറച്ച് വര ഇവിടെ വിടണത്, എന്നിട്ട് പ്രൊഫൈലിൽ നിന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. ഇവിടെ